ഒരാളുടെ നമ്മൾ കെഞ്ചി അവരെ കാല് പിടിക്കണ വരെ നമ്മൾ സംസാരിക്കും. ടോക്സിക് ഒരു സമയമാവുമല്ലോ, ആ സമയത്ത് അവർക്ക് എപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ഒരു ഓപ്ഷൻ അവർക്ക് തോന്നുമ്പോൾ അവരപ്പ നമ്മൾ അങ്ങനെ പതുക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യൂലേ? വിഷമം കാണും കേസ്, അല്ല വിഷമം ഇല്ലാതെ ഒന്നുമല്ല. ഇതിനേക്കാൾ ഇതിന് മുന്നേ തുറന്നു പറയാൻ പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് തുറന്നു പറയാം. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇതേപോലെ വന്നിട്ട് ആരെയും പറ്റിക്കല്ലേ. ഇതേപോലെ സോറി എന്ന് പറയണ സമയമുണ്ടല്ലോ, ആ പറയണ സമയത്ത് അവൻ ആ സോറി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിശ്വസിക്കുകയാണ്, അവരത് ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകും ആ റിലേഷൻഷിപ്പ്. ഹലോ ഗൈസ്, മച്ചാമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കിടിലം ഒരു ബ്രേക്കപ്പ് ഇൻസ്റ്റാ റീൽസ് റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഗൈസ്? ഇൻസ്റ്റാ റീൽസ് റിയാക്ഷൻ. ഓക്കെ, ബ്രേക്കപ്പ് റീൽസ് റിയാക്ഷൻ ആണ്. അപ്പോൾ അതൊരു കിടിലം വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് അടുത്ത് കയറി വാ നമ്മുടെ സബ്സ്ക്രൈബറിലോട്ട്. முன்னாடி நின்று போனீங்க வாழ்க்கையை மறுபடியும் தொடங்க போறேன். നമ്മളെ വീഡിയോ റിയാക്ഷൻ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഫസ്റ്റ് എൻ്റെ ഒരു വീഡിയോ തന്നെ നമുക്ക് തുടങ്ങാം ഗൈസ്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ റീൽസ് ഇപ്പൊ ഒറ്റയ്ക്ക് എങ്ങനെ ഇടാന്നൊക്കെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഈ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഒരു 2-3 ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മളിപ്പൊ കാണാൻ പോണത്. ഞാനതിൽ ക്യൂട്ട്നെസ് ആണ് കാണിച്ചത്, ചിലവർക്ക് അത് മനസ്സിലാവുമായിരിക്കും. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ശരി, അപ്പൊ നമുക്ക് ഇനി സീരിയസ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദിസ്. ഫ്രണ്ട് അയച്ചത് നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഗൈസ്. ഫസ്റ്റ് വീഡിയോ. എപ്പോഴും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് ചേച്ചി, എന്ത് കസിൻ? കസിനെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ? ഇതിന്റെ ഇൻസ്റ്റയുടെ പാസ്വേഡ് എന്താ? ഓ സൂപ്പർ. ഇൻസ്റ്റയുടെ പാസ്വേഡ് എനിക്ക് എന്താണോ? നീ മര്യാദയ്ക്ക് പാസ്വേഡ് നായകൻ വന്നല്ലേ? എന്റെ ഫ്രണ്ടാ. അത് കുറെ നാളായി ഇൻസ്റ്റാ ഫ്രണ്ടാ. സത്യം. അപ്പോഴേ പറഞ്ഞത് എങ്ങനെയാ വരുള്ളൂ. എന്തിന്? അതിന്റെ ആവശ്യമില്ല. എനിക്കെന്ത് കസിന്റെ ഫ്രണ്ടില് കസിൻ ആര്, കസിൻ എന്തിനു സംസാരിക്കണമൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലെ ഫ്രണ്ട് കുഴപ്പമില്ല, ആരെയും കൂടെ ചാറ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അത് ഞാൻ മറന്നു. ഫോർഗോട്ട് അടിച്ച് എന്ത് ടോക്സിക്കാ നീ? ആരോടാണെങ്കിലും ഞാൻ 2 മാസങ്ങളോളം ചാറ്റ് ചെയ്യും. ചോദിക്കാൻ പാടില്ല. ഞാൻ എന്റെ കസിനോട് സംസാരിച്ചാൽ പോലും നിനക്ക് പ്രശ്നം. ഒന്ന് ചോദിച്ചോട്ടടി. എത്ര സത്യം ഗൈസ്, ഇതേപോലെയാണ് മിക്ക പിള്ളേരും. എന്റെ ഫ്രണ്ട്സിലായാലും ഞാൻ നിറയെ അടുത്ത് ഇതേപോലെ കണ്ടിട്ടുണ്ട്. മിക്ക പേരും ഇതേപോലെ സ്വന്തം കസിന്റെ അടുത്ത് സംസാരിക്കണത് ബോയ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തും എല്ലായിടത്തും ഒരു കുഴപ്പമായിട്ടാണ്. ഗേൾസിന് അവർക്ക് എന്ത് വേണോ ചെയ്യാം. അടുത്തറിയില്ല. இப்படி பண்ணா அவங்க எல்லாமே சரியாയി திரும்ப வந்துடுவாங்கன்னு உங்களுக்கு 1% கூட ஹோப் இருந்தா என்கிட்ட சொல்லுங்க. நான் அவங்க கூடிய ஹெல்ப் பண்ணுறேன். அந்த மாதிரிலாம் எதுவுமே இல்லை, எல்லாமே பண்ணிட்டு இருக்கு. அப்புறம் எதுக்கு ப்ரோ ஃபீல் பண்ணிட்டு ஃப்ரீயா விடணும். നമുക്ക് പിടിച്ച വിഷയത്തിലാണ് നമ്മൾ മുടിച്ച വரைക്കും എല്ലാ വഴിയും ട്രൈ ചെയ്യണം. അതൊക്കെ എത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്ന ലെവലിൽ നമ്മൾ ചെയ്യണം. അത്രയൊക്കെ ഞാൻ പറയുള്ളൂ. ഇപ്പൊ എനിക്ക് വ്ളോഗ് ഇഷ്ടമാണ്, പക്ഷെ എന്നിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് മടിയനായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയില്ല, നമ്മളൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വിട്ടിട്ട് പോകാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞേ പറ്റൂ. നമുക്കൊരു ടൈം വരുമ്പോൾ അത് പറഞ്ഞേ പറ്റൂ. അപ്പോഴും അവർക്ക് നമ്മുടെ അടുത്തുള്ള ഇഷ്ടം കുറഞ്ഞ കാണുമായിരിക്കും, പക്ഷെ നമ്മൾ പറ്റുന്നത്ര നമ്മൾ സ്നേഹിക്കുകയും ചെയ്യണം. നമ്മളത്ര നമ്മൾ ശ്രമിക്കണമല്ലോ കേസ്. അവർ വിട്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നല്ല വിട്ടിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ശ്രമിക്കണം. അവസാന നിമിഷം വരെ അവർ വേണ്ട അങ്ങനത്തെ രീതിയിലാണ് പറയണമെങ്കിൽ നമ്മളെ തെറ്റല്ല. സത്യം. സത്യം. அது கூட இல்லடா, நான் கேக்குறதுக்கு ரிப்ளை மட்டும் தான் பண்றான். நீ என்ன எக்ஸ்பெக்ட் பண்ற? எதுவும் எக்ஸ்பெக்ட் பண்ணாம இரு. சொல்றது
അത് സത്യം. ഈ കൂടെ നിൽക്കുന്നവരുണ്ടല്ലേ, ഈ ഗേൾ ഫ്രണ്ട് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും ഈ ഗേൾ ഫ്രണ്ടിന് നമുക്ക് കൂടെ ഏതെങ്കിലും ഒരു പയ്യൻ കാണും. അവർ പറയും അവൻ്റെ അടുത്ത് നിന്ന് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യില്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ, അവൻ ഇപ്പൊ പറയണം അവളുടെ അടുത്ത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കും? അവരുടെ അടുത്തുള്ള സ്നേഹം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പിന്നെ അവിടെ എന്തോന്നാണ് ഉള്ളത്? അവരുടെ അടുത്തുള്ള ആ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യില്ലെന്ന് പറഞ്ഞാലും പറയാൻ ഈസി ആണെങ്കിലും നമ്മൾ എന്തായാലും അവര് നമ്മൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ പോലും എന്താണ് വിളിക്കാത്തതെന്നുള്ളത് അത് നമുക്ക് തോന്നും. സത്യം. സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യും ഗൈസ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. அவங்களா மெசேஜோ காலோ பண்ண மாட்டாங்களா? சோகமா இருக்கப்போ ஏன் சோகமா இருக்கணும் ஆறுதலா வந்து பேச மாட்டாங்களான்னு ஏதோ ஒன்று எக்ஸ்பெக்ட் பண்ணி ലൈൻ ആവണ വരെ എല്ലാരും വന്ന് ചോദിക്കും. അന്ന് നമ്മളെ അടുത്ത് ഇഷ്ടമാണെന്നും എല്ലാ കാര്യവും നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് അത്രയും സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു സമയമാവുമല്ലോ, ആ സമയത്ത് അവർക്ക് എപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ഒരു ഓപ്ഷൻ അവർക്ക് തോന്നുമ്പോൾ അവരപ്പ നമ്മളങ്ങനെ പതുക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് പോലും മനസ്സിലാവൂല ഇങ്ങനെയാണ് അവർ കാണിക്കണതെന്നും അവർ നമ്മളെ അടുത്ത് കാണിക്കുന്ന ദേഷ്യം ഇതിനാണെന്നും നമുക്കൊന്നും മനസ്സിലാവൂല. സത്യം. നമ്മൾ ഈ എല്ലാ കാര്യം അവർ വിളിക്കാത്തതെന്നും മെസ്സേജ് അയക്കാത്തതെന്നും ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഗൈസ്. അത് നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യൂലേ. പക്ഷെ അത് ചെയ്യാതെ ഒരു തെറ്റെന്നല്ല ഗൈസ്. ചെയ്യാതിരുന്നാൽ ആ ഒരു എന്താ പറയുക, അത് നല്ലതാണ്. പക്ഷെ നമ്മൾ മനുഷ്യരായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോകും. അതാണ് സത്യം. അടുത്ത് ഒരു പയ്യന്റെ അടുത്ത് റിയാക്ഷൻ ചോദിക്കാൻ, ലവർ ആണോ ബെസ്റ്റി ആണോ? ലവർ അത് കാര്യം ബെസ്റ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ചോറെന്ന് പറയുന്നത് പെണ്ണത് കഴിക്കുന്ന ആള് ആണത്. കൈയിട്ട് വാരാൻ വരുന്നവരാണ് ബെസ്റ്റി. ഇതിന് മേളില് റിപ്ലൈ കൊടുക്കാൻ ആർക്കും പറ്റൂല. കൈയിട്ട് വരണവനാണ് ബെസ്റ്റ്. സത്യമാണ് ഗൈസ്. ഇപ്പൊ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അവന് ഇപ്പൊ ആ പെണ്ണിന് ലൈൻ ഉണ്ട്. ഇപ്പൊ ആരായാലും എക്സോർ ലൈൻ ഉണ്ടെങ്കിൽ അവർക്ക് സത്യസന്ധതായിട്ടെങ്കിലും ഒന്ന് ഇരിക്കണം. അല്ലാതെ ഈ അകത്തേക്ക് ബെസ്റ്റിയുടെ അടുത്ത് ഡിസിഷൻ ചോദിക്കണതും അതേപോലെ തന്നെ അതൊക്കെ കുറച്ച് എന്താ പറയാനാണ് ഇത് ഈ വീഡിയോ പറയണ. കൈയിട്ട് വരണവനാണ് ബെസ്റ്റ്. இந்த வருஷம் நான் கத்துக்கிட்டது ஒருத்தர் கூட எவ்வளவு க்ளோஸா இருந்தாலும் 2024 സത്യം 2024 ഞാൻ മനസ്സുകൊണ്ട് സത്യം പറയല, മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ച് ആരെപ്പോ വേണോ മാറാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ ഒരു 3-4 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര് പോലും ഇപ്പൊ എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇല്ല. ആരെ സ്വഭാവം എങ്ങനെയാണോ മാറാം, അത് പല രീതിയിൽ പല കാര്യങ്ങളിലും മാറാം. പക്ഷെ നമുക്ക് വിഷമം കാണും ഗൈസ്. അല്ല വിഷമം ഇല്ലാതെ ഒന്നുമല്ല, വിഷമം കാണും കാര്യമായിട്ട്. നമ്മളെ കൂടെ ഒരിക്കലും പോകൂല എന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ കണ്ണു മൂടി വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും. എൻ്റെ കൂടെ 1 ദിവസം 2 ദിവസം വന്ന് സംസാരിക്കുന്ന അവരെ പോലും ഞാൻ വിശ്വസിക്കും. ഇപ്പൊ പോലും ഞാൻ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ 2024 ഞാൻ പഠിച്ചൊരു കാര്യമാണ് അത് ചെയ്യല്ലെന്ന്. പക്ഷെ 25 ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷെ സീരിയസ് ആയിട്ട് കൂടെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് 2024 2023 ഉണ്ടായിരുന്ന ആരും ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല. ഓക്കെ, അത്ര ശരിയുള്ള ആളൊന്നുമല്ല. ഞാൻ ഒരുപാട് കൂടാനായിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. നീ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. എന്നെ പറ്റി ഒരുപാട് പേര് നിന്നോട് മോശം പറയുന്നത് അതൊക്കെ ശരിയാ. മിക്കുള്ളവരും ഇതൊക്കെ തന്നെ പറയുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ. പിന്നെ നീ എന്നോട് എങ്ങനെയാണെന്ന് നോക്കിയാ പോരെ. ഞാൻ താൻ എനിക്ക് ഓക്കെ ആണോ? ആരും എന്തോ പറയട്ടെ, അതവരെ കഴിച്ച പാടല്ലേ. നമ്മളത് മൈൻഡാക്കാൻ നോക്കാം. അല്ല എന്നെ അത്ര വിശ്വാസമാണ്. അതറിയില്ല, അങ്ങനെ തോന്നുന്നേ. പെട്ടെന്ന് സെറ്റിൽ ആവാൻ നോക്കാം. അത് കൊള്ളാം. ആര് പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ പെണ്ണിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഇതൊക്കെ ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ പെണ്ണിട്ട് സെറ്റാണ്. കാരണം നമ്മളൊന്ന് ലൈന് സെറ്റ് ആകുമ്പോൾ ആ പെണ്ണിന്റെ അടുത്ത് 100 പേര് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞവര് വരെ കാണും ഇതിന്റെ ഇടയിൽ അവൻ നല്ലവനല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നമുക്കറിയാലോ നമ്മൾ എങ്ങനെയാണെന്ന്. ആ ചുറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇനി അവരെന്ത് പറയണമെന്നല്ല, അവർ പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ അടുത്ത് എങ്ങനെയാണ് അത് എനിക്ക് മതി. നീ പെട്ടെന്ന് ജോലിയൊക്കെ സെറ്റ് ആയിട്ട് അത് സെറ്റ്. ഓക്കെ, favorite person also can hurt you. ஒரு மாதிரி டிப்ரெஷனா அதான் அம்மாட்ட கால் பண்ணி சொல்லு.
நீ ரிப்ளை பண்ண ஆன்லைன்ல ரொம்ப நேரம் வெயிட் பண்ணிட்டு இருக்க. அந்த டைம்ல தான் அவன் ஆன்லைன் வந்தான். பேசு, பழகு, மீட் பண்ணு. ஏதோ மைண்ட் கன்ஃபியூஷன்ல தப்பு பண்ணிட்டோம். എന്തോന്ന് തപ്പ് പണിട്ടോ? ഇതാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളത് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, ആര് വന്ന് സംസാരിച്ചാലും നമ്മളടുത്ത് ഇഷ്ടമാണ്, നമ്മളടുത്ത് ഉറപ്പായിട്ട് നമ്മളെ കൂടെ നിൽക്കും ഉറപ്പുണ്ടെങ്കിൽ ആര് നമ്മളെ വിട്ട് പോകൂല. ഉള്ള പറയാം. ഇതിന്റെ ഇടയിൽ ഇനി ഇത്രയും ലുക്കുള്ളവനായാലും ഇത്രയും പഠിപ്പുള്ളവനായാലും ഇത്രയും പൈസ ഉള്ളവൻ വന്നാലും പോകൂല ഗൈസ്. സ്നേഹത്തിന്റെ ഫ്രണ്ടിൽ എന്ത് വന്നാലും പോകൂല. അതിനി നമ്മൾ ഇത്ര ഒരു മാസം 2 മാസം 1 വർഷം മിണ്ടാതിരുന്നാൽ പോലും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. അതിന്റെ ഗ്യാപ്പിൽ വന്നിട്ട് ആരോ സംസാരിച്ചെന്നിറങ്ങി അവൻ്റെ കൂടെ തെറ്റായിട്ട് പോയത്. என்கிட்ட எல்லாமே இருக்கு. ஆனா நீ மட்டும் எனக்கு நீ என்ன ரிவெஞ்ச் எடுக்கிறத அவன் கூட பண்ணுறது எனக்கு எல்லாம் தெரியும். அதை அக்செப்ட். நான் தானும் தெரியும். நான் தப்பு பண்ணிட்டேன்னு சொல்லிட்டு நீ உன் கேரக்டர் மாத்திக்காதடா. ஏய் கரெக்ட் தான். இப்போ உங்க அப்பா இங்க இருக்காரு, உங்க அம்மா இங்க இருக்காரு, உங்க அப்பா வேலைக்கு போயிட்டாரு, உங்க அம்மா வீட்டுல இருக்காரு, சும்மா இருக்காரு. இப்போ உங்க அப்பா உங்க அம்மா கூட டைம் ஸ்பெண்ட் பண்றாரு. എന്തിനാ അടിക്കും? இவ்வளவு சீப்பா பேசிட்டல்ல. ഓ ചീപ്പ കാണിക്കുന്നതിന് കുഴപ്പമില്ല, ചീപ്പ പറഞ്ഞതാണ് കുഴപ്പം. ஆமா சீப்பு தான். நாளைக்கு நம்ம கல்யாணம் பண்ணிட்டு நான் உங்க கூட டைம் ஸ்பெண்ட் பண்ணலன்னு பால்காரன் பேப்பர்காரன் இப்படி எல்லாத்துக்கும் கூட மேட்டர் பண்ணிட்டு இப்படிதான் வந்து சாரி சொல்லிட்டு நிப்பியா? நீ என்னடி சொல்றது? எனக்கு நீ வேணாடி. കറക്റ്റ്. கிரேட் ஒட்டாகுடி. பிரேக் முடி தேவையா முட்டை. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതേപോലെ സോറി എന്ന് പറഞ്ഞ സത്യം പറയാല്ലേ. ഇതിനേക്കാൾ അതിന് മുന്നേ അവർക്ക് തുറന്നു പറയാം, പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് തുറന്നു പറയാം. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇതേപോലെ വന്നിട്ട് സോറി എല്ലാം പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സൊന്നും ഇവിടെ അത്രയും വലിയ ആളൊന്നും ഇവിടെ ഈ ലോകത്തില്ല. കാരണം സ്നേഹിക്കുമ്പോൾ നമ്മളെ മാത്രം സ്നേഹിക്കുന്നു. എല്ലാം പയ്യന്മാരെല്ലാം എല്ലാ പെണ്ണുങ്ങളും വിചാരിക്കുന്ന കാര്യം തന്നെ. അതിലിപ്പോൾ പയ്യൻ തെറ്റ് ചെയ്താലും പെണ്ണ് തെറ്റ് ചെയ്താലും അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന കാര്യം തന്നെ. അതിലൊന്നും ഒരു തെറ്റുമില്ല. സ്നേഹിക്കണമെങ്കിൽ ട്രൂ ആയിട്ട് സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആരെയും പറ്റിക്കല്, ഇതേപോലെ പറഞ്ഞു പറ്റിക്കല്ലെന്ന് ഞാൻ പറയും. എന്തിനാണ് ഇങ്ങനെ സ്നേഹമില്ലെങ്കിൽ സ്നേഹം ഇല്ല എന്ന് പറഞ്ഞ് വിട്. ആരെയും അല്ലെങ്കിൽ വേറെ ആരെയും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് കാണുകയാണെങ്കിൽ അത് അങ്ങനെ ഇരിക്കട്ട്. അല്ല പറഞ്ഞു പറ്റിക്കല്, ഇതേപോലെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്നും അതേപോലെ തന്നെ അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസവും അതേപോലെ തന്നെ അത് വേറെ ഇത് പറഞ്ഞാൽ പറ്റില്ല. അതേപോലെയാണ് അത് ചെയ്യല്ലെന്ന് ഞാൻ പറയും. ഹലോ, എന്താ വിളിച്ചാ? നീ എവിടെയായിരുന്നു? ഞാൻ എന്തോ വിളിച്ചു. ഒരാൾ കോൾ ചെയ്തത് തിരക്കിലാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്ക് ലക്ഷണം. അല്ല, ഞാൻ ഓഫീസിൽ മീറ്റിംഗിലായിരുന്നു. നീ മുന്നിങ്ങനെ ഒന്നുമല്ലല്ലോ ശില്പി പറഞ്ഞപ്പോ. എന്റെ കല്യാണാണ്. കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരേജ് ഡേ. എന്തെങ്കിലും പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ. ഹലോ, എന്താ വിളിച്ചാ? സത്യം. നീ എവിടെയായിരുന്നു? ഞാൻ കട്ട് ചെയ്ത് വിടുമ്പോഴുള്ള ഒരു നമ്മൾ വിളിക്കുമ്പോഴേ ഒന്നിൽ തിരിച്ചു വിളിക്കേണ്ട മാന്യത, അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് വിടുമ്പോൾ പറഞ്ഞ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ഇതാണ്, അവസ്ഥയാണ്. ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്ക് കോമൺ സെൻസ് ആ സമയത്ത് ആർക്കും വരൂല. സ്നേഹിക്കുന്ന ആർക്കും ആ ഒരു കോമൺ സെൻസ് വരൂല. பொண்ணுங்க கடைசி தொடர்பாங்கன்ற ஒரு நம்பிக்கையில நம்ம என்னென்னமோ கனவெல்லாம் கண்டு வச்சு அதே திரும்பி விட்டு போயிட்டான்னு வச்சுக்கோங்க. அப்படியே வேலை பார்க்க முடியாது, ஒழுங்கா செய்ய முடியாது, இருக்கிற போது அம்மா மட்டும் சாப்பிடணும் காட்டி காட்டி சரி சரி இருந்துச்சு. நேரம் நிம்மதியாக போய் தூங்கலான்னு முப்பத்தெட்டு கால் தான் மாட்டினா லேடிஸ்ல இருக்க அத்தனை பாட்டும் அவளுங்களே நான் போட்டோம். கொஞ்ச நாளுக்கு அப்புறம் நல்லா இருக்க மாதிரி இருக்கும். அப்போதான் கரெக்டாக சாரி கட்டணும். ஃபோட்டோ தீபாவளி சமையல் ஃபோட்டோ வேற பயங்கர இருக்கும். ஃபோட்டோ அப்லோட் பண்ணி ஒர்க் பண்ணிட்டே இருப்பாரு. நான் வந்து இல்லடா அப்படின்னு சொல்ற மாதிரி நம்பிக்கை அதுவே இல்லை. அதுவே போனதுக்கு அப்புறம் எப்ப நாங்க அப்படிலாம் வரும். பொண்ணுங்க கடைசி സത്യം. ஒரு ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. പക്ഷെ ട്രസ്റ്റ് വരുത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ തെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ സോറി പറയുമ്പോൾ ആ സോറി എന്ന് പറയണ സമയമുണ്ടല്ലോ, ആ പറയണ സമയത്ത് അവൻ ആ സോറി എന്ന് പറയണത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിശ്വസിക്കുകയാണ്. അവരത് ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാം ആ റിലേഷൻഷിപ്പ്. ആ സോറി പറയണതും അവൻ ഇങ്ങനെ കള്ളമാണ്, അവൻ പറഞ്ഞിട്ടും വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണമായിരിക്കും നല്ലത്. അല്ല വേറെ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ലൈഫിൽ ഇനി എന്താണ് ഉള്ളത്? ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ്. ലൈഫിൽ ഏറ്റവും ട്രസ്റ്റ് ആണ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന എക്സ് ഓർ വൈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യണം.
ലൈഫിൽ നിറയെ വരും, പൊസസീവ്, വഴക്ക് എല്ലാം വരും. പക്ഷെ അത് എല്ലാത്തിനും മേളിൽ നമ്മൾ ഒരാൾ വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറയണതായിരിക്കട്ടും എന്തെങ്കിലും വിശ്വസിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുമല്ലോ ഗൈസ്. അത് ഒരിക്കലെങ്കിലും നമ്മൾ സോറി പറഞ്ഞ തീരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ അങ്ങ് മറന്നേക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു നമ്മളെ മണ്ടന്മാരാക്കല്ലേ ആരും, പിന്നെയും മണ്ടന്മാരാക്കല്ലേ. ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോഴേ അവളെന്താണ് തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ പ്രേമിക്കും. അല്ലെങ്കിൽ അവസാനങ്ങൾ ഒന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് അല്ല, അത് എന്റെ പെങ്ങളാണെങ്കിലും വല്ലവന്റെ പെങ്ങളാണെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കും. സത്യം അവരെന്താണെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കൂടെ நிற்குമ്പോൾ നമ്മളത് മനസ്സിലാക്കി ജീവിക്കണതാണ് ഏറ്റവും കൂടുതൽ நல்லது. எப்படிங்க உங்களுக்காக ரொம்ப உண்மையா இருக்கும், நீங்க தான் எல்லாமே, உங்களுக்காக என்ன வேணா செய்யலாம் நினைக்கிற பையனை ஈஸியா கழட்டி விட்டு போயிடுறீங்க. ஆனா உங்களை கண்டுக்காம உங்களை அவமானப்படுத்தி அசிங்கப்படுத்தி உங்களை யூஸ் பண்ணிட்டு போகணும்னு நினைக்கிறவன ஒரு யூரிகள் സത്യം. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഈ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കേട്ടാ. ഇതിപ്പോ എന്ത് പറയണെന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് പിറകെ നടന്ന് സെറ്റാക്കി അതിനുശേഷവും അവർ ഭയങ്കര ഇഷ്ടമാണ് ഈ ഓവറായിട്ട് നമ്മൾ സ്നേഹിക്കുമല്ലേ, ഇതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് തോന്നുന്നത്. ഈ സിമ്പിളായിട്ട് വന്ന് ഈ ബെസ്റ്റ് പോലെ ആരെങ്കിലും ചെറുതായിട്ട് വന്ന് ഒന്നിങ്ങനെ പറഞ്ഞിട്ട് പോകണം, അവരുടെ അടുത്തൊക്കെ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ആ സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ സ്നേഹിക്കുന്നവരെ അങ്ങ് മറന്നിട്ട് ആ ചെറുതായിട്ടൊരു സ്നേഹം കൊടുക്കില്ല, അവരെ കൂടെ അങ്ങ് പോകും. എന്നിട്ടാ അതിൽ നിന്നെല്ലാം കിട്ടി എല്ലാം എന്തോ പറയണേ, അതിൽ നിന്നെല്ലാം അവൻ വന്നിട്ട് എന്താണ് ചുമ്മായിരിക്കും നോക്കണത്. ഒന്ന് കാണുന്നു, കാര്യം കരിയുന്നു, വിടുന്നു. ആ സമയത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് ആ പഴയ ആൾ, ഇപ്പോഴും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും നിൽക്കുന്നുണ്ട്. ഇതിപ്പോ സത്യമല്ല, ഇത് നിറയെ പേരെടുത്ത് ഞാൻ കണ്ടിട്ടുള്ള കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അവർ എല്ലാം അതേപോലെ തന്നെ എല്ലാം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ അവരെ കൂടെ ഒന്നും നിൽക്കാതെ ചെറുതായിട്ട് വന്നൊന്നും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ പോണവൻ്റെ അടുത്ത് അങ്ങ് പോകും. നമ്മളാര് മണ്ടന്മാരെ പോലെ ഇവിടെ നിൽക്കി. അവള് പറഞ്ഞ് നടക്കുന്നത് ഈ ഭയങ്കര ടോക്സിക് ആയിരുന്നു. അതും സാരമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പറയുന്ന പറഞ്ഞാലും നിന്നെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ എന്താ എനിക്കതുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവളുടെ സൈഡ് സേഫ് ആവുന്നുണ്ടെങ്കിൽ അവള് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇപ്പോഴത്തെ പുതിയ രണ്ടാണോ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ ഗേൾസിന് പറയുന്ന ഒറ്റ ഡയലോഗ് അവൻ ടോക്സിക്കാണ്. അവള് പറഞ്ഞു നടക്കും. പണ്ടുള്ളവർ പറയായിരുന്നു ഇതേപോലെ എന്തോന്ന് അവന് വേറെ ലൈൻ ഉണ്ടായിരുന്നു, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെണ്ണുങ്ങളുടെ സൈഡും പയ്യന്മാരുടെ സൈഡും പറയും. ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞ ഒരേ ഒരു പേര് ടോക്സിക്. അവൻ ടോക്സിക് ആയിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, ചക്കയാണ് മാങ്ങയാണ്, അവൻ എന്നെ ഫുള്ള് സംശയമാണ്, അവന് വിശ്വാസം ഇല്ല, അവന് ട്രസ്റ്റ് ഇല്ല, എന്താ പറയുന്നത് പയ്യന്മാരെ പേരിൽ അങ്ങ് പറഞ്ഞുണ്ടാക്കിയാണ്. സത്യം പറഞ്ഞ എന്താണ് ടോക്സിക് എന്ന് പറഞ്ഞാൽ അവരിത്തുപോലെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്നിട്ട് ഇതേപോലെ എടാ നീ എവിടെ നിൽക്കണ്, എന്ത് ചെയ്യണ്, ആരെ കൂടെ നിൽക്കണ്, ഇത് ചോദിക്കാനാണ് ഇവരെ മനസ്സിൽ ഫുള്ള് ടോക്സിക്. ഇത് ആരാണ് ചോദിക്കുന്നത്? വീട്ടിലുള്ളവർ ചോദിക്കൂല, അമ്മയും അച്ഛനൊന്നും ഫോൺ വിളിച്ച് ചോദിക്കൂല ഇതേപോലെ എവിടെ നിൽക്കണ് എന്തിനാണ്, കൂട്ടുകാർ ചോദിക്കൂല. ഇത് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് ബോയ് ഫ്രണ്ട് ചോദിച്ചാൽ മാത്രം ഇത് ടോക്സിക് ആയിട്ട് മാറും. ഇതാണ് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഇവര് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറയണ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ടോക്സിക് എന്ന് പറയണത്. എന്ത് പറയണത്? എല്ലാരും അങ്ങനെയാണ്, എല്ലാരും ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് അങ്ങനെയാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണത്. പക്ഷെ അത് അവര് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ്, വഴക്കിന് വേണ്ടി മാത്രമാണെന്നൊക്കെ വിചാരിക്കണ കുറെ പേരുണ്ട്. எனக்கு யாருமே இல்லைன்னு நினைச்சிட்டு இருக்கும்போது எனக்கு நீ கிடைச்ச. ஆனா இப்ப எனக்கு எல்லாம் நீ தான் நினைக்கும் போது என்னை விட்டு போறல உனக்கு புரியணும். சண்டை தேடி தேடி வந்து பேசுறதுனால என்ன சீப்பா நினைச்சல. അതൊക്കെ അത്രേ ഉള്ളു ഗൈസ്. തേടി വന്ന നമ്മൾ പോയിട്ട് നമ്മൾ കെഞ്ചും, നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ നമ്മൾ കെഞ്ചി അവരെ കാല് പിടിക്കണ വരെ നമ്മൾ സംസാരിക്കും. അവരുടെ അടുത്ത് അവർക്ക് അതിൻ്റെ നമ്മളുടെ അടുത്തുള്ള ഇഷ്ടം പോയി. നമ്മളിനി എത്ര കെഞ്ചിട്ടും ഒരു കാര്യമില്ലാത്ത പോലെ ആയി. അതാണ് സത്യം. ഇനി നമ്മൾ അവിടെ എന്ത് കെഞ്ചിട്ടും കാര്യമില്ല. അവർ പോണം തന്നെ അവരെ മനസ്സിൽ അവർ എന്തെങ്കിലും ഒരു കാര്യം കാണും കേസ്. ഒന്നിൽ പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. ഒന്നിൽ വേറൊരാൾ റീപ്ലേസ്മെന്റ് ആരെങ്കിലും കാണും, അല്ലെങ്കിൽ നമ്മളെ ഒട്ടും ഇഷ്ടമില്ല, നമ്മളെ കൊണ്ട് പറ്റണില്ല, ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യമായിരിക്കും. ഈ രണ്ട് കാര്യത്തിലും എങ്ങനെ വേണോ നമുക്ക് എടുക്കാം. எனக்கு கூட தான் தெரியும் ஒரு உண்மையான லவ்வுக்காக நான் எவ்வளவு ஏங்கியிருக்கேன், எவ்வளவு தேடி இருக்கேன். ஆனா எனக்கு அது கிடைச்சதே இல்லை தெரியுமா. என் லைஃப்ல நிறைய பேர் நான் இருக்கேன்னு சொல்லியிருக்காங்களே தவிர யாருமே இருந்ததில்லை.
இதுக்கு முன்னாடி யார் என்ன சொன்னாங்கன்னு எனக்கு தெரியாது. அது எனக்கு தேவையும் இல்லை. நான் இப்ப சொல்றேன், நான் இருக்க உனக்கு எப்பவுமே உன் கூடவே இருப்பேன். ഇത്രയും പറഞ്ഞിട്ട് അവൻ ഇരുന്നാ മതിയായിരുന്നു. அவங்கள நல்லா பாத்துக்கிறேன் கெஞ்சின நீ மட்டும் நேசித்தே இது உண்மை. കെഞ്ചല് മാത്രം നടക്കൂ, അത്രേ ഉള്ളൂ. എനിക്ക് നീ സെറ്റ് ആവാത്. അപ്പൊ guys, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു കിട്ടിക്കച്ച് വീഡിയോയിലേക്ക് വരണം. ഇത് പാർട്ട് 1 ഗൈസ്. ഇനി അടുത്ത് പാർട്ട് 2 വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട്, ഓക്കെ, ബ്രേക്കപ്പ് പാർട്ട് 2. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.